വാംസി വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന വാംസി WAMSI എന്ന വെബ്സൈറ്റിൽ എല്ലാവരും കയറി നിങ്ങളുടെ വീട് വഖഫാണ് അല്ലയോ എന്ന് പരിശോധിക്കുക. അത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പരിശോധിക്കുക. അതെന്തുകൊണ്ട് അത് പരിശോധിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകതയും കൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മളെടുക്കുന്നത്. വഖഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുഹമ്മദിന്റെ കാലം മുതലുണ്ട് എന്നാണ് ഇസ്ലാമിക ലോകം അവകാശപ്പെടുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ വഖഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്ന ഒരു മത നിയമത്തെ, ഒരു ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ, ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ ഇന്ത്യയിലുള്ള എല്ലാ മതവിശ്വാസികൾക്കും ബാധകമാക്കി മാറ്റിയത്, അതായത് ഇന്ത്യയിലെ ഹൈന്ദവർ, ജൈനമതക്കാർ, സിഖ് മതക്കാർ, ക്രിസ്ത്യാനികൾ, അതല്ല മതമില്ലാത്ത നിരീശ്വരവാദികൾ, അങ്ങനെയുള്ള അഗ്നോസ്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള മതനിരാസ വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ ജനങ്ങളെയും ഇസ്ലാമിക നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ വഖഫ് എന്ന ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ ഇന്ത്യയുടെ പാർലമെന്റ് അംഗീകരിച്ചൊരു നിയമമാക്കി മാറ്റിയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. 1995 ആദ്യത്തെ നിയമം കൊണ്ടുവന്നു. 2013 അതിൻ്റെ ഒരു അമെൻമെന്റും വന്നു. ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അപ്പൊ ഈ കൊണ്ടുവന്ന നിയമം മാറ്റുന്നതിന് വേണ്ടി പുതിയ മതഭീകരരായ BJP ഗവൺമെന്റ് ഈ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് മുന്നും പിന്നും നോക്കാതെ നഖശിഖാന്തം എതിർക്കുകയാണ് കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരും MLA-മാരും എല്ലാം അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്തത്. അതായത് നമ്മളുടെ ഇന്ത്യയിലെ ഇസ്ലാം ഇതര മതസ്ഥരെ ഇസ്ലാമിക ശരീഅത്ത് നിയമമായ വഖഫ് നിയമത്തിൻ്റെ അധീനയിൽ ആക്കുന്ന നമ്മുടെ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് 2 ഘട്ടമായി കൊണ്ടുവന്ന ഇന്ത്യൻ വഖഫ് ആക്ട് 1995 വഖഫ് ആക്ട്, അതിൻ്റെ പിന്നീടുള്ള ഭേദഗതി അടക്കം അതിനെ ദുർബലമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഭരണഘടനയോട് കുറെ കൂടെ അനുയോജിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ഭരണഘടനാപരമായ അവകാശം ഇസ്ലാം മത നിയമം ലംഘിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി വഖഫ് ആക്ടിനെ ഒന്ന് അമെൻഡ് ചെയ്യാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നമ്മുടെ KC വേണുഗോപാൽ MPക്ക്, കേരളത്തിലെ എല്ലാ മതവിഭാഗക്കാരുടെയും വോട്ട് കൊണ്ട് ജയിച്ചു കയറിയ KC വേണുഗോപാൽ MPക്ക്, മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, സ്വന്തം വോട്ട് കൊണ്ടോ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടോ മാത്രം ജയിച്ച ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത ഒരു മുസ്ലിമിനോടോ ശരീഅത്ത് നിയമത്തോടോ അല്ല. കാര്യം അദ്ദേഹം സൗദി അറേബ്യയിലെയോ പാകിസ്ഥാനിലെയോ MP അല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ MP-യാണ്. അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ കൂറ് ഇന്ത്യ മഹാരാജ്യത്തോടാണ്, ഇന്ത്യയിലെ വോട്ടേഴ്സായ ജനങ്ങളോടാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വഖഫ് ബില്ലിനെ, അതായത് വഖഫ് അമെൻമെന്റ് ബില്ലിനെ എതിർത്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഇന്നത്തെ വിഷയത്തിന്റെ ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ കിടക്കാം. ഒരു സെക്കൻഡ്, ക്ലബ് ഹൗസിലുള്ളവർക്ക് കേൾക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഡിയോ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാർലമെന്റിലായതുകൊണ്ട് ഇംഗ്ലീഷിലാണ്, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമ്മുടെ KC വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം നമ്മളിവിടെ കേൾക്കുകയാണ്. വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട്, വഖഫ് അമെൻമെന്റ് ബില്ലിനെ, ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് KC വേണുഗോപാൽ എന്ന കോൺഗ്രസ് MP ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം നമുക്ക് കേൾക്കാം. Thank you very much for giving me opportunity to raise an objection on this draconian law which is introduced by the government. ഓക്കെ, അദ്ദേഹം തന്നെ അതിന്റെ ട്രാൻസ്ലേഷനും അവിടെ എഴുതി അദ്ദേഹത്തിന്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച, അതായത് BJP ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ നിർദ്ദയമായ വഖഫ് നിയമം സംബന്ധിച്ച് തടസ്സം ഉന്നയിക്കാൻ എന്നെ അനുവദിച്ചതിന് നന്ദി. Which is introduced by the government. Sir, fundamentally this is an attack on constitution. ഇത്
അടിസ്ഥാനപരമായി ഭരണഘടനയോടുള്ള ഒരു ആക്രമണമാണ് വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയോടുള്ള ഒരു ആക്രമണമാണെന്നാണ് നമ്മുടെ കെ സി വേണുഗോപാൽജി പറയുന്നത്. Basically, when we are talking about the constitutions, this bill is a fundamental attack on constitution. നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയെ ഉള്ള ഒരു ആക്രമണമാണ്. Trustees, as per the provision, clearly, composition of the Central Waqf Council, basically, the Central Waqf Fund, where the Waqf property is coming, sir, that is coming from the donations of the believers. Those who are believe in the God and those who are believe that they are giving the Waqf donations. ഈ വഖഫ് പ്രോപ്പർട്ടികൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഇസ്ലാം മതവിശ്വാസികൾ, അള്ളാഹിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ കൊടുക്കുന്ന ഡൊണേഷൻസ് ആണ്. ഇസ്ലാം മതവിശ്വാസികൾ ദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ വഖഫ് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ പാർലമെന്റിൽ ശ്രീമാൻ വേണുഗോപാൽ ജി അവിടെ MP അവിടെ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റാണ് വഖഫ് എന്ന് പറയുന്നത് മറ്റ് മതവിശ്വാസികളുടെ സ്വത്തുകളല്ല. വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ ഇസ്ലാം മതത്തിന് ദാനം കൊടുക്കുന്ന വസ്തുവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ശ്രീമാൻ വേണുഗോപാൽ, താങ്കൾ ഇത്രയും കാലം രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തിയില്ലേ? താങ്കൾ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരനല്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ AICC സെക്രട്ടറി പദം അലങ്കരിച്ചിട്ടുള്ള ശരിക്കും രാഹുൽ ഗാന്ധിയുടെ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു നേതാവല്ലേ താങ്കൾ? നമ്മുടെ തൊട്ട അയൽവക്കത്തെ തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറ എന്ന് പറയുന്ന വില്ലേജിന്റെ കാര്യം, ഒരു ഗ്രാമത്തിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിലും പറഞ്ഞതാ. ആ ഗ്രാമം എന്നാണ് മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ വകയായത്? മുസ്ലിങ്ങൾ ദാനം കൊടുത്തത് മാത്രമാണ് വഖഫ് എങ്കിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള 1500 മുഹമ്മദ് ജനിച്ചിട്ട് എത്ര വർഷമായി? മുഹമ്മദ് ജനിച്ചിട്ട് 1400 വർഷമല്ലേ ആയിട്ടുള്ളൂ. മുഹമ്മദ് AD 570 ജനിച്ച ഒരാളാണ്. ഇത് 2000 ആയിട്ടുള്ളൂ. 1500 വർഷം കഷ്ടിയാവുന്നുള്ളൂ. മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണി കഴിക്കപ്പെട്ട ക്ഷേത്രമടങ്ങുന്ന തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവനായി, ഇൻക്ലൂഡിംഗ് ദ ടെമ്പിൾ, ആ അമ്പലമടക്കം ആ ക്ഷേത്രമടക്കുന്ന തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഏക്കർ കണക്ക് ഭൂമി വരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഒരു മുസ്ലിം എങ്ങനെയാണ് ദാനമായി കൊടുക്കുന്നത്? ഒരു ക്ഷേത്രത്തെ എങ്ങനെ ഒരു മുസ്ലിമിന് ദാനമായി കൊടുക്കാൻ സാധിക്കും? വഖഫ് ആയിട്ട് ദാനം ചെയ്യാൻ എങ്ങനെ സാധിക്കും? താങ്കൾ ഏത് അടിസ്ഥാനത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ദാനം കൊടുത്ത വസ്തുവാണെന്നും പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ മുനമ്പം പോലും ഒന്ന് എടുത്തു നോക്ക്. ആരുടെ വസ്തുവാ? തിരുവിതാംകൂർ മഹാരാജാവിന്റെ വസ്തു പാട്ടത്തിനെടുത്തൊരു മുസ്ലിം ആർക്കോ കള്ളയാധാരം എഴുതി, തീരാധാരം, കാര്യം അതിന്റെ ഒറിജിനൽ ആധാരം ഇന്ന് വരെ പുറംലോകം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആധാരം ഉള്ളതായിട്ട് ആർക്കും അറിയത്തില്ല. തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കേൾക്കുന്നത് ഏതോ ഒരുത്തനത് വഖഫ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. പാട്ടത്തിനെടുത്ത വസ്തു എങ്ങനെ വഖഫ് വസ്തുവാകും? അതെങ്ങനെ ഒരാളുടെ സ്വന്തം വസ്തുവാകും? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് തന്നെ ശുദ്ധ അസംബന്ധമാണ്. തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വഖഫായി ദാനം കൊടുത്ത വസ്തുവാക്കി മാറ്റിയെന്ന് ഇദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. അപ്പോ മുസ്ലിങ്ങൾ ദാനം കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ ദാനം കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക, വഖഫാക്കി, ഉന്തവാക്കി, കൊടച്ചക്രവാക്കി, ഹൂ കേഴ്സ്? അത് അവരുടെ മതത്തിന്റെ കാര്യം, നമ്മൾ ഇതിന്റെ കാര്യമില്ല. പക്ഷേ അന്യമതക്കാരുടെ ഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടി ഈ വഖഫ് ബോർഡ് വരുമ്പോഴാണ് അത് ശരീഅത്ത് നിയമത്തിന്റെ അധീനതയിലാക്കാൻ വേണ്ടി അന്യമതക്കാരെ ശരീഅത്ത് നിയമത്തിന്റെ അധീനതയിലാക്കുന്ന ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ ശ്രീ വേണുഗോപാൽ ഇവിടെ വാദിക്കുന്നത് പച്ചക്കള്ളമാണ്. ദാനം കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല വഖഫ്. തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തെ മുഴുവൻ വഖഫാക്കുന്നതിന് എന്ത് രേഖയാ ഇന്നുവരെ കാണിച്ചിട്ടുള്ളത്? അത് ആര് ദാനം കൊടുത്താന്നാ പറയുന്നത്? ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ ഈദ്ഗാ മൈതാൻ ആരാർക്ക് ദാനം കൊടുത്തു? ഒത്തിരി കാലമായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ അവിടെ ഈദിന് നിസ്കരിക്കുന്നുണ്ട്. അല്ലാതെ ആർക്ക് ദാനം കൊടുത്ത വസ്തുവാണ് ഈദ്ഗാ മൈതാൻ? അത് മൈസൂർ രാജവംശത്തിന്റെയാ. മൈസൂർ രാജവംശത്തിന്റെ കാലം കഴിഞ്ഞ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിക്കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന്റെയാ. അവിടെ മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ അനുവദിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞ് ഇപ്പൊ അതാരുടെയാണെന്നാ പറയുന്നത്? അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് അവിടെ മറ്റു മതക്കാരുടെ ആചാരങ്ങളൊന്നും പാടില്ല എന്ന് വാദിച്ചു. ഹിന്ദുക്കൾ ഒരിക്കലും അവിടെ ഈദ് നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ ഹിന്ദുക്കൾ മതഭീകരരായി.
നിങ്ങൾ ഈദ് നമസ്കരിച്ചോ, ഞങ്ങൾക്ക് ഗണേശ പൂജ ചെയ്യാനുള്ള അവസരം കൂടെ തരണമെന്ന് പറഞ്ഞ ഹിന്ദുക്കളും മതഭീകരര് ഞങ്ങൾ ഈദ് നമസ്കരിക്കും, ഞങ്ങളുടെ മതത്തിന് ചടങ്ങ് മാത്രമേ ഇവിടെ പാടുള്ളൂ, ഇവിടെ ഗണേശ പൂജ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിങ്ങളും മതേതരരും. ഇതാണ് കോൺഗ്രസിന്റെ മതേതര കാഴ്ചപ്പാട്. മതേതരയല്ല, മതേതര കാഴ്ചപ്പാടെന്ന് പറയുന്നത്.